ഇപ്പോൾ ഏകദേശം ഒരു മാസമായി കാണും നത്തിങ്ങിൻ്റെ CMF എന്ന് പറഞ്ഞ വാച്ച് വാങ്ങിച്ചിട്ട് ഒരു മാസം ഞാൻ നന്നായിട്ട് ഞാൻ ഈ ഒരു വാച്ച് ഡെയിലി ബേസിസിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഒരു മാസം ഇതെങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ പോകുന്ന പ്രശ്നങ്ങളായിരിക്കും. കാരണം ഒരു 10,000-3,500 രൂപ കൊടുത്ത് വാങ്ങിച്ചൊരു വാച്ചാണ്. അപ്പം ഞാൻ മാന്യമായിട്ട് കുറ്റം പറയും. ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞ ഒരു അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും ഇൻസ്റ്റഗ്രാമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചസ് ഇതിനോടകം തന്നെ ഒരു മാസത്തിനകം തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് കണ്ട മനസ്സിലാവത്തില്ലെങ്കിലും ശ്രദ്ധിച്ച് നോക്കിയാൽ അതിനകത്ത് വന്ന ക്രാച്ചസ് നമുക്ക് കാണാൻ പറ്റും. എനിക്കിതിനകത്ത് ഇഷ്ടപ്പെടാത്ത രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇതിൻ്റെ സ്ട്രാപ്പ് മെക്കാനിസം. രണ്ടാമത് എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് സ്ട്രാപ്പ് മെക്കാനിസം. നമുക്ക് അത്യാവശ്യം ഈ വാച്ച് കെട്ടി പുറത്തോട്ട് പോകണമെന്ന് വെച്ചാൽ മെന പിടിക്കും, അന്നേരം പ്രാന്ത് വരും. ഇത് കയ്യിലോട്ട് കെട്ടി ഇത് ചുരുട്ടി കയറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മെന പിടിച്ചുള്ള പരിപാടിയാണ്. ഇഷ്ടമല്ല. ഇതിൻ്റെ സെക്കൻഡ് ജനറേഷനെങ്കിലും സാധാരണ രീതിയിലുള്ള സ്ട്രാപ്പ് തന്നാൽ നന്നായിരുന്നു പ്ലീസ്. ഒരു മേജറായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഈ വാച്ച് ഉപയോഗിക്കുന്നത് എന്തിനാ? യൂട്യൂബ് കാണാനോ PUBG കളിക്കാനോ അല്ലാതെ ആരെങ്കിലും ഇത് വെച്ച് കൊല്ലാനോ ഒന്നും അല്ല നമ്മൾ ഈ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് വരുന്ന കോളുകൾ നമുക്കറിയാൻ പറ്റുക, അത്യാവശ്യം ഇന്ന് മെസ്സേജുകൾ ഇതിൻ്റെ അകത്തോട് അറിയാൻ പറ്റുക, സമയം നോക്കുക, ഇതിങ്ങനെയുള്ള വളരെ മിനിമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സ്മാർട്ട് വാച്ച് വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ ഒരു സമയം നോക്കാൻ പറ്റുന്ന അനലോഗ് വാച്ച് മേടിച്ചാൽ മതി. അത് ഇതിനകത്ത് നടക്കുന്നുണ്ടോ? കോളുകളൊക്കെ കൃത്യമായിട്ട് വരും, പക്ഷേ ചിലരുടെ പേര് കാണിക്കും, ചിലരുടെ പേര് കാണിക്കത്തില്ല. ചിലപ്പോൾ തോന്നുന്ന പേര് കാണിക്കും, തോന്നുന്ന പേര് കാണിക്കാതിരിക്കുക. ഇത് എവിടുത്തെ ന്യായം? ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് ഇതൊന്ന് ഫിക്സ് ചെയ്യുക എൻ്റെ നത്തിങ് എൻ്റെ CMF വാച്ചിൻ്റെ ഡിസ്പ്ലേ ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്നുണ്ടെങ്കിലും ഇവിടുന്ന് നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് നമ്മൾ ജസ്റ്റ് താഴോട്ട് സ്ലൈഡ് ചെയ്താൽ ഒരു സ്മൂത്ത്നെസ് ആണ്. ഒരു പിക്സൽ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയ പിക്സലൊക്കെ നമുക്കിങ്ങനെ എടുത്തറിയാം. കമ്പാരിറ്റീവ്ലി ഞാൻ ബോട്ടിൻ്റെ വാച്ചുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇതിനകത്ത് കുറച്ച് സ്മൂത്താണ്. ബാക്കി എല്ലാ ഭാഗത്തും നല്ല ഷാർപ്പാണെങ്കിലും ഈ ഒരു ഭാഗമൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് സ്മൂത്താണ്. പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള ഈ ഫ്രെയിമിലൊക്കെ ചെറുതായിട്ടുള്ള ഒരു മണ്ടവശത്ത് ചെറുതായിട്ടുള്ള ഡോട്ടായിട്ട് പെയിൻറ്റ് പോകാൻ തുടങ്ങിയിട്ടുണ്ട് വിത്തിൻ 1 month. ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയാൻ ഇതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഡിസ്പ്ലേ ആണ്. നമുക്ക് ക്വാളിറ്റി തോന്നിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ്. കയ്യിൽ കെട്ടിയാൽ അത്യാവശ്യം ക്വാളിറ്റി തോന്നുന്ന ഒരു ഡിസ്പ്ലേ ആണ്. ലുക്കും ഡിസൈനും എല്ലാം അത്യാവശ്യം പ്രീമിയം ആണ്. പിന്നെ ഇതിനകത്തൊരു കുറ്റമുണ്ട്, നമുക്ക് മെസ്സേജ് എല്ലാം വരുന്നെങ്കിലും ഇമോജീസ് ഒന്നും സപ്പോർട്ടല്ല. നമ്മൾ നോട്ടിഫിക്കേഷൻ ആരെങ്കിലും ഇമോജി അയച്ചാൽ ഇമോജി വരത്തില്ല. ഇതൊരു കുറ്റമായിട്ട് പറയണമെന്ന് അതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഉപകാരമായേനെ. അതുപോലെ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോഴത്തേക്ക് വാട്സപ്പിൻ്റെ ആയാലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ആയാലും സൈഡിൽ ആ ലോഗോ ഒക്കെ വളരെ പഞ്ചായിട്ടുള്ള കളറാണ്. അതൊക്കെ കാണുമ്പോൾ ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു ഫീൽ തന്നെ കിട്ടും. ഇങ്ങനെ സ്ക്രോൾ ചെയ്യാനൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നല്ല ലാഗ്ലെസ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല സ്മൂത്ത് ആണ്. 60 FPS എന്നാണെന്ന് പറയുന്നത്, പക്ഷേ എനിക്ക് 60 ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ നല്ല ഫ്ലോയിൽ തന്നെ ആവുന്നുണ്ട്. സ്മൂത്ത്നെസ് ഉണ്ട് നല്ല രീതി. ഞാൻ സ്ലീപ്പ് മോണിറ്ററിംഗ് ഒക്കെ ചെയ്ത് നോക്കി, അതൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം ഞാൻ കെട്ടാതെ തന്നെത്താൻ ഇത് സ്ലീപ്പ് മോണിറ്ററിംഗ് ചെയ്ത് അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ 14 മണിക്കൂർ കിടന്നുറങ്ങിയെന്ന് പറഞ്ഞ് ആകപ്പാടെ മനുഷ്യർ ഉറങ്ങുന്നത് 2-3 മണിക്കൂറൊക്കെ ആയിരിക്കും. അതിൻ്റെ 14 മണിക്കൂർ ഉറങ്ങിയെന്ന്. അതുപോലെ AMOLED ഡിസ്പ്ലേ ഉണ്ട്. അതിനകത്തൊരു ഗുണമുണ്ട്, ഒരു ദോഷമുണ്ട്. ഈ AMOLED ഡിസ്പ്ലേ നമ്മൾ വെയിലത്തൊക്കെ വെച്ച് നോക്കുന്നെങ്കിൽ ഒന്നും കാണത്തില്ല. ഒരു ശകലം വെട്ടക്കുറവുള്ള സ്ഥലത്ത് നിന്നാലും നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ റേറ്റ് വൈസ് ഓൺ ആക്കിയിട്ടേക്കണം. നമ്മൾ കൈ ഇങ്ങനെ പൊക്കുമ്പം കാണുന്ന രീതി ആക്കിയിട്ടേക്കണം. അല്ലെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, നട്ടുച്ചയ്ക്ക് എന്ന് നോക്കിയാൽ അത് കാണത്തില്ല. നല്ല ലൈറ്റ് നല്ല ഡിമ്മാണ്. അതേപോലെ ഒരു അടിപൊളി ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ ഒരു കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ കൈ കെട്ടുമ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആവാനും നമ്മൾ കയ്യിൽ നിന്ന് അടിച്ച് മാറ്റി വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഓഫ് ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സെറ്റിംഗ് എടുക്കുക, ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ആണ് ഓപ്ഷൻ എടുക്കുക, അതിനകത്ത് AOD വാച്ച് ഫേസ് എടുക്കുക, അതിനകത്ത് എനേബിൾ മെത്തേഡ്, സ്മാർട്ട് എനേബിൾ ഇത് ഓൺ ആക്കിയാൽ പിന്നെ കൈ കെട്ടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ AOD ഓൺ ആവും. കൈ ഊരി വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫ് ആവും. അടുത്ത കൺക്ലൂഷൻ നോക്കിയാൽ അത്യാവശ്യം കിടിലമായിട്ടുള്ള ഒരു ലുക്കും കാര്യങ്ങളെല്ലാം. ഒരു 5,000-4,500 രൂപ കൊടുത്ത് വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ ഞാനിത് വാങ്ങിച്ച 3,500 രൂപയ്ക്കാണ്. ആ ഒരു പ്രൈസിൽ വർത്താണ്. ഓഫേഴ്സിന് മിക്കപ്പോഴും ഞാൻ ഈ ഒരു 3,500 രൂപയ്ക്ക് ഈ ഒരു സാധനം കണ്ടിട്ടുണ്ട്. ഓഫർ പ്രൈസിന് ഇത് 3,500 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വെർത്തായിട്ടുള്ള സാധനമാണ്. പ്രത്യേകിച്ച് എനിക്ക് ഈ ഒരു കളറാണ് ഇഷ്ടപ്പെട്ടത്. ഓറഞ്ച് തേങ്ങയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്താണ് നിങ്ങൾക്ക് ഇതിൽ തോന്നിയ അഭിപ്രായം? ആരെങ്കിലും ഈ വാച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലല്ല വേറെ ഏതെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ? എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ മടിക്കേണ്ട. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഈ ഒരു വാച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തരും. അപ്പോൾ ഇതുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കിട്ടാൻ വേണ്ടി ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബ്രോ സൈനിങ് ഔട്ട്.